വെൽക്കം ബാക്ക്. മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ എപ്പിസോഡുകൾ പൈശാചിക അറ്റാക്കുകളെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കുറച്ച് ഷിഫ്റ്റ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ചിന്തകളുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ചിന്തകളാണ് ഇനി കൊണ്ടുവരേണ്ടത്. എപ്പോഴും ഈ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കും. ആൾക്ക് കേൾക്കാനൊക്കെ സുഖമാണ്, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് നമ്മൾ പ്രവേശിക്കണം. ഇനി ഒരു 4-5 എപ്പിസോഡ് മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ് അതുമായിട്ട് ചേർന്നുള്ള ഈ ദൂതന്മാരുടെ മർമ്മം, അങ്ങനെ പറയാം, ദൂതന്മാരുടെ ഒരു മർമ്മം, മിസ്റ്ററി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ദൂതന്മാരെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, പറഞ്ഞു വെച്ചിട്ട് കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്കതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം അല്ലെങ്കിൽ ഒരു പരിജ്ഞാനം ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവൂ. അത് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നോളജ്, അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണം. ഒരു അറിവ് മാത്രം പോരാ, അത് നമ്മളെ ബുദ്ധിയിലേക്ക്, പരിജ്ഞാനത്തിലേക്ക് നടത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് നമ്മളെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: നോളജ് ഹാസ് ടു ഗോ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അതിലൊരു ഇൻഫർമേഷൻ വന്നിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒരു പരിജ്ഞാനം വന്നിട്ട് അത് വേ ഓഫ് ആപ്ലിക്കേഷൻ, അത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തി മേഖലകളിലെ ബുദ്ധിയോടുകൂടി ചെയ്യണം. അപ്പോഴാണ് അത് പുറത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത്, കാണിക്കപ്പെടുന്നത്. ഇത് പലപ്പോഴും ഈ അറിവ് തന്നെ നമുക്ക് വരുമ്പോഴേ ഒരു 50% പോലും നമുക്ക് ഡെലിവറൻസ് ഉണ്ട് നമ്മൾ മറന്നു പോകും. ഇതെല്ലാം ജനറലായിട്ടുള്ള കാര്യമാണ്. ഈ ഏത് കാര്യത്തെക്കുറിച്ചായാലും ഒരു അറിവ് നമുക്ക് വരുമ്പോഴേ അത് നമ്മളെ ഒരുപാട് വേറൊരു ലെവലിലേക്ക് നമ്മളെ എത്തിക്കും. ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ എല്ലാം തന്നെ ഈ ഏഞ്ചൽസിൻ്റെ ശുശ്രൂഷ, ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് ദേ ആർ സെലസ്റ്റിയൽ ബീയിങ് എന്ന് പറഞ്ഞാൽ ഭൂമി മണ്ഡലത്തിന് പുറത്തുള്ള ഒരു അരൂപികളായിട്ടുള്ള, അല്ലെങ്കിൽ ആത്മാക്കളെന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു സെലസ്റ്റിയൽ ബീയിങ് ആണ്. അവർ പെർഫെക്റ്റാണ്. കാരണം ദൈവം അവരെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവർ പെർഫെക്റ്റാണ്. ദൈവം അവരെ അയച്ചിരിക്കുകയും കൂടാണ്. നമ്മളെ ജീവിതത്തിലേക്ക് ദൈവം അവരെ അയച്ചിരിക്കുകയാണ്. എബ്രായർ 1:14 അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട ആത്മാക്കളല്ലയോ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാം തന്നെ സേവക ആത്മാക്കളാണ്. എന്നുള്ളത് ദേ ആർ കോൾഡ് മിനിസ്റ്ററിങ് സ്പിരിറ്റ്സ്. ശുശ്രൂഷ ചെയ്യപ്പെടുവാനായിട്ട് ആർക്കു വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യപ്പെടാനായിട്ട് വരുന്നത്? ഈ രക്ഷ പ്രാപിച്ച് എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്ന് അതിന് അവകാശം പ്രാപിച്ചവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ, എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യപ്പെടുവാനാണ് ശരിക്കും ദൈവം ദൂതന്മാരെ ഉണ്ടാക്കിയത്. എന്നാൽ അത് ശരിക്കും അത് മനസ്സിലാവണമെങ്കിൽ ദൈവമക്കൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവുള്ളൂ എന്നുള്ളതാണ് അതിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവരെ ദൈവം അയച്ചിരിക്കുന്നതാണ് നമുക്ക് വേണ്ടി മിനിസ്റ്റർ ചെയ്യാനായിട്ട്, നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് അയച്ചിരിക്കുന്നത്. നമ്മളെ ശുശ്രൂഷ ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് കമാൻഡ് ചെയ്യണം. ഇത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്, അല്ലേ? എത്ര പേര് ദൂതന്മാരോട് കമാൻഡ് ചെയ്യുന്നുണ്ട് എന്നെ കേൾക്കുന്നവർ? ദൂതന്മാരോട് കമാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ പറ്റും? ദൂതനെ കാണുമോ? അവരെ കമാൻഡ് ചെയ്യാൻ പറ്റുമോ? അവരോട് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ ഈ ദിവസങ്ങളിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വരും. എന്നാൽ അതിൽ നിന്ന് നമുക്ക് ചിന്തിച്ച് അതിൽ നിന്ന് കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കാം, ഈ എപ്പിസോഡുകൾ. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും എബ്രായർ 12:22 എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്
സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാന്മാരുടെ സഭയ്ക്കും. ഇത് അവസാനം ആ 12-ാം അധ്യായത്തിലെ ദൈവകൃപ വിട്ടുപോയി ആയിട്ടുള്ള ഒക്കെ പറഞ്ഞതിന് ശേഷം ഒരു ദൈവത്തിൻ്റെ പ്രസൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന, അതുമായിട്ട് ചേർന്ന് പറയുന്ന ഭാവമാണ് അനേകായിരം ദൂതന്മാർ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദൂതന്മാരെ കുറിച്ച് പഠിക്കുകയും അവരെക്കുറിച്ചുള്ള അറിവ് നമുക്ക്, ആ പരിജ്ഞാനം നമുക്ക് വരികയും ചെയ്യുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ഇത് ഈ ഇവരുടെ ശുശ്രൂഷ പ്രധാനമെന്ന് പറയുന്ന കാര്യം, ഇവരാണ് ശരിക്കും നമ്മുടെ അനുഗ്രഹങ്ങൾ ക്യാരി ചെയ്യുന്നത്. ഈ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വരുന്ന അനുഗ്രഹങ്ങളെ അവരാണ് ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത്. യു കനോട്ട് എക്സിസ്റ്റ്. നമുക്ക് ഒരിക്കലും തന്നെ ദൂതന്മാരില്ലാതെ, അവരുടെ ശുശ്രൂഷയില്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലും ക്രിസ്തീയ ജീവിതത്തിലും ദൂതന്മാരുടെ ഒരു സഹായമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് മിനിസ്റ്ററിങ് ഫോർ അസ്. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവർക്ക് ഒരു കഴിവുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, നമ്മളോട് പറയാനായിട്ട്. അതുകൊണ്ട് നമ്മളോട് പറയുമ്പോഴെന്താണ്, ഈച്ച് ഏഞ്ചൽ, ഓരോ മാലാഖയ്ക്കും ദൂതനും ബുദ്ധിയുണ്ട്, ഫ്രീഡമുണ്ട്. അവർക്ക് പരിജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്, ഫ്രീഡമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് പറയണം എന്ന് പറയുന്നത്. അവരോട് പറയുമ്പോഴാണ് അവർ നമ്മളോട് ഇടപെടുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ബ്രദറെ അവരോട് പറയുന്നത് നമ്മൾ കാണാത്തത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും. അത് ദൂതന്മാർക്കൊരു ഭാഷയുണ്ട് അല്ലേ? പൗലോസ് പറയുന്നതാണ്, ഐ സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ഏഞ്ചൽസ്. അതൊരു ഏഞ്ചൽസിനോട് സംസാരിക്കാൻ നമുക്ക് പറ്റും. ഒരു ഏഞ്ചൽസിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഏഞ്ചൽസിനോട് നമുക്ക് സംസാരിക്കാൻ ആ ഏഞ്ചൽസിൻ്റെ ഭാഷ നമുക്കറിയണം. അറിഞ്ഞാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു ഏഞ്ചൽസിൻ്റെ ഭാഷ എങ്ങനെയാണ് പഠിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കാം, ഇനിയും അങ്ങോട്ട് മനസ്സിലാക്കാം. പൗലോസ് പറയുന്നതാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞു, അവർക്ക് ഇൻ്റലിജൻസ് ഉണ്ട്, അവർക്ക് ഫ്രീഡമുണ്ട്. അത് മാത്രമല്ല, ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അവർ ലൂസിഫറുമായിട്ട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറയാനുള്ള കാര്യം, അവർ ആ ഒറിജിനൽ ഡെസ്റ്റിനി, അവരുടെ ഭാവി, അവരെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ മൂവ് ചെയ്തു. എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? യൂദയുടെ ലേഖനത്തിനകത്ത്, യൂദയുടെ പുസ്തകം 6-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ ഡെസ്റ്റിനി അവർ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ടല്ല അവർ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് അവർക്ക് ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ അബ്രഹാം, പഴയ നിയമത്തിൽ എടുത്തു നോക്കിയാൽ അബ്രഹാം അവരുമായിട്ട് സംസാരിക്കുന്നു അല്ലേ? അബ്രഹാം അവരുമായിട്ട് സംസാരിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ഏകദേശം 210 പ്രാവശ്യം ബൈബിളിൽ ഏഞ്ചൽസിനെ റെഫർ ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിൽ 93 പ്രാവശ്യം ഏഞ്ചൽസിനെ റെഫർ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ നമ്മൾ കൂട്ടുമ്പോഴേ ബൈബിളിലെ മൊത്തം 303 പ്രാവശ്യം ഏഞ്ചൽസിനെ റെഫർ ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ വിചാരിക്കും ഈ ഏഞ്ചൽസൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ദൂതന്മാരവിടെ ദൈവം ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ദൂതന്മാരിങ്ങനെ വട്ടമിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് നമുക്ക് ഇരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്, ഏഞ്ചൽസ് പോലും ദൈവത്തെ കണ്ടിട്ടില്ല. അതൊരു പുതിയ ഐഡിയ. ഞാനും അങ്ങനെ നേരത്തെ വിശ്വസിച്ചിരുന്നത്, ഏഞ്ചൽസൊക്കെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നോ വൺ സീ ഗോഡ്. ആരും ഒരിക്കലും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. പുത്രന് മാത്രം തന്നെ അത് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളൂ. സോ ഇൻവിസിബിൾ ഏഞ്ചൽ, കാണാൻ വയ്യാത്ത, നമുക്ക് കാണാൻ പറ്റാത്ത ഏഞ്ചൽസ് ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള, കാണാൻ വയ്യാത്ത ദൈവത്തെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ
അവന് ദൈവം ഒരു ദൂതനെ കൊടുക്കുന്നുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ റെഫറൻസിലേക്കൊക്കെ വരാം. ദർ ഇസ് നോ വൺ ഇൻ എർത്ത് വിത്തൗട്ട് ആൻ ഏഞ്ചൽ. അപ്പോൾ ഈ ഏഞ്ചൽ ദൈവം ഓരോ ആളുകൾക്കും ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ ഉദ്ദേശത്തിലെത്തുമ്പോൾ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ പർപ്പസിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഏഞ്ചൽസ് ആക്റ്റീവാകും. മനസ്സിലായല്ലോ പറഞ്ഞേ? വേറെ രീതിയിൽ പറഞ്ഞാൽ, വീണ്ടും ജന്മം പ്രാപിക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ ഏഞ്ചൽസ് ലിമിറ്റഡ് ആണ്, അവരുടെ ആക്ടിവിറ്റി ലിമിറ്റഡ് ആണ്. ദൈവം അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. കാര്യം വീണ്ടും ജന്മം പ്രാപിക്കാത്തതുകൊണ്ട് യവൻ്റെ കാര്യങ്ങളെല്ലാം ബിബ്ലിക്കൽ പ്രകാരം ഭോഷത്വമാണ്. അവൻ ചെയ്യുന്നത്, ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പലതും ഭോഷത്വമായതുകൊണ്ട് ലോസ്, ദൈവത്തിൻ്റെ നിയമത്തിന് വിധേയപ്പെടാത്തതാണ് ഏഞ്ചൽസിൻ്റെ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഏഞ്ചൽസ് അവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന ഫ്രീഡം ലിമിറ്റഡ് ആണ്. എന്നാൽ ദൈവം അവരെക്കുറിച്ചൊരു ഡെസ്റ്റിനി പറഞ്ഞിട്ടുണ്ട്. അതുവരെ അവരെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏഞ്ചൽസിനുണ്ട്. അതുകൊണ്ട് ഏഞ്ചൽസ് ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തി, ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് പ്രവേശിച്ചൊരു വ്യക്തി, ഏഞ്ചൽ ലിമിറ്റഡ് അല്ല. ഏഞ്ചൽസിനോട് നമുക്ക് കമാൻഡ് ചെയ്യും, ഏഞ്ചൽസ് നമുക്ക് ഉത്തരം തരികയും ചെയ്യും. നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ സഭയാകുന്ന ശരീരം ആകുന്ന ക്രൈസ്റ്റിൻ്റെ ശരീരമാകുന്ന സഭ, അവിടെ മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. സഭയ്ക്കകത്ത് ദൂതന്മാരുടെ പ്രവർത്തനമൊന്നും ഇവിടെ കാണുന്നില്ല. പുതിയ നിയമത്തിൽ ഉണ്ട്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ഓരോരുത്തരുടെ വ്യക്തികൾക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളിലാണ് ഏഞ്ചൽസ് വന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു എന്ന് നമുക്കറിയാം, അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവല്ല നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, നമ്മളെ സഹായിക്കുന്നത്. പുറമേ ഏഞ്ചൽസ് ആണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മൾ മറന്നു പോകുന്നത്. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമ്മളെ ഉള്ളിൽ വസിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൊണ്ടുവരികയും നമ്മളെ സഹായിക്കുകയും നമ്മുടെ മോമെൻ്റ്, നേരത്തെ പറഞ്ഞു റെവലേഷൻ വന്നിട്ട് നമ്മളെ ആ വിസ്ഡത്തിൽ നമ്മളെ നടത്തുന്നത് ഏഞ്ചൽസാണ്. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, യേശു ക്രിസ്തു വചനം ജഡമായി തീർന്ന് ഈ ലോകത്തിലേക്ക് വന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ ജീസസ് ഈസ് വേർഡ്, ദൈവം ജഡമായി, വചനമാണ്. വചനം പ്രകാശമാണ്. ഇൻ ദ ബിഗിനിങ് ദ വേർഡ് വാസ് ഗോഡ്, ആദിയിൽ തന്നെ വചനം ഉണ്ടായിരുന്നു എന്നും കാണും. അതുകൊണ്ട് ഈ വചനവും ഈ ലൈറ്റും, അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. യേശു, വചനം, ലൈറ്റ്, ദൈവം, ഇങ്ങനെ 3-4 വാക്യങ്ങളുണ്ട്. ഇതുമായിട്ട് എപ്പോഴും ലിങ്ക് ചെയ്തിരിക്കുകയാണ് ദൂതന്മാർ. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. ദൈവവചനം, ലൈറ്റ്, അത് പ്രകാശമാണ്. ഗോഡ് ഈസ് ലൈറ്റ്, ദൈവം വെളിച്ചമാണ്. അതുപോലെ വേർഡ് വാസ് വിത്ത് ഗോഡ്, വേർഡ് ഈസ് ഗോഡ്, വചനം ദൈവമാണ്. അപ്പോൾ ഈ ദൈവവും ഈ വചനവും യേശുവും ഈ പ്രകാശവും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് എപ്പോഴും ഇരിക്കുകയാണ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഈ ദൈവിക പ്രമാണത്തിന് വിധേയപ്പെട്ടാണ് എപ്പോഴും ഏഞ്ചൽസ് ഇരിക്കുന്നത് എന്നുള്ളത്. ഏഞ്ചൽസ് ആർ നോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ടോയ്സോ ഒരു കളിപ്പാവോ പോലൊന്നുമല്ല. നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് എന്നാൽ ഏഞ്ചലിനെ ഒന്ന് കാണിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളൊരു സാധനമല്ല ഏഞ്ചൽ എന്ന് നമ്മൾ മറന്നു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചപ്പോഴേ 1-ാം അധ്യായത്തിൻ്റെ റെഫറൻസ് നേരത്തെ പറഞ്ഞപ്പോഴേ യോഹന്നാൻ വന്നത് ഈ വെളിച്ചത്തിന് ഒരു സാക്ഷിയായിട്ടാണ്. ഹി വാസ് നോട്ട് ദ ലൈറ്റ്. ആരാ? യോഹന്നാൻ ഒരു വെളിച്ചമല്ലായിരുന്നു. വചനം ജഡമായി തീർന്നപ്പോഴാണ് അത് വെളിച്ചമായത്. ആരാണ്? യേശു. അല്ലെങ്കിൽ യേശുവിൽ നിന്ന് വന്ന വചനമാണ് വെളിച്ചമായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഏഞ്ചൽസ് ആർ ക്രീച്ചേഴ്സ് ഓഫ് ലൈറ്റ്. അവര് ഈ പ്രകാശത്തിൻ്റെ ജീവികളാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ വൈകിട്ട് ഈ
ഈ മഴക്കാലത്തൊക്കെ ഈ ലൈറ്റൊക്കെ കാണുമ്പം ഈ ഈയമ്പാറ്റകൾ പോലെ ചിലത് വന്നു വരും, അങ്ങനെ ഒരു ചിന്തകളൊക്കെയാണ് വരുന്നത്. ഞാൻ ഈ ക്രീച്ചേഴ്സ് ഓഫ് ലൈറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെയല്ല. ഏഞ്ചൽസ് ആർ ക്രീച്ചേഴ്സ് ഓഫ് ലൈറ്റ്. അവർ ജീവികളാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ റലത്തിൽ നിന്ന്, സെലസ്റ്റിയൽ റലത്തിൽ നിന്ന് വരുന്ന, നമ്മളെ സഹായിക്കാൻ വരുന്ന ശുശ്രൂഷക്കാരാണ്. അവർക്ക് ഈ ലൈറ്റിൻ്റെ ലാംഗ്വേജ് അറിയാം. ദേ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജസ് ഓഫ് ലൈറ്റ്. നമ്മൾ സ്വർഗത്തിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ വെളിച്ചത്തിൻ്റെ ഭാഷയാണ്. വെളിച്ചത്തിൻ്റെ ഭാഷ. അങ്ങനൊരു ഭാഷ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. വെളിച്ചത്തിൻ്റെ ഭാഷ. കാരണം ദൈവത്തിനും ഗോഡ് ഈസ് ലൈറ്റ്. നേരത്തെ പറഞ്ഞാണ് ജീസസ് ഈസ് വേർഡ്. ദൈവം വചനമാണ്, ദൈവം വെളിച്ചമാണ്. അതായത് അവന് ഈ ലൈറ്റ്, നമ്മൾ ഈ വേർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റായി മാറുകയാണ്. അതുകൊണ്ട് ആ ലൈറ്റ് നമ്മളിലുള്ളപ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ, ആ പ്രകാശത്തിൻ്റെ ലാംഗ്വേജ് നമുക്കറിയാം. എത്ര ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നോ അത്രയും ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ലൈറ്റ് വരുമ്പോൾ, എന്ന് വെച്ചാൽ ദൈവവചനം ഉള്ളിലേക്ക് വരുമ്പോഴേ ഈ ലൈറ്റിലേക്ക് ആരാണ്? ഈ ദൂതന്മാർ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഈ ദൂതന്മാർ ഈ ലൈറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അവർ ദൈവവചനം അനുസരിച്ചാണ് നീങ്ങുന്നത്. അവർ ലൈറ്റാണെന്ന് പറഞ്ഞു, അവർ ദൈവവചനം അനുസരിച്ചാണ് നീങ്ങുന്നത്. സങ്കീർത്തനം 142 സകല ദൂതന്മാരുമായുള്ളൊരു അവനെ സ്തുതിപ്പിൻ. ബ്ലസ് ദ ലോർഡ് ഓൾ ഹിസ് ഏഞ്ചൽസ്. അത് എവറി ടൈം യു ടേക്ക് ദ വേർഡ്, ദൈവവചനം നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാം തന്നെ അത് ലൈറ്റാണ്. നേരത്തെ പറഞ്ഞു ഏഞ്ചൽസ് ആർ ദെയർ. ഇതൊരു പുതിയ അറിവല്ലേ? നിങ്ങൾ എല്ലാ സമയം ദൈവവചനം എടുക്കുമ്പോൾ ഏഞ്ചൽസ് അവിടെ ഉണ്ടാവും. ദ എൻട്രൻസ് ഓഫ് ഹിസ് വേർഡ് ബ്രിങ്സ് ലൈറ്റ്. ദൈവവചനം ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ പ്രകാശം വരികയാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും തന്നെ ദൈവവചനവും ഈ പ്രകാശത്തെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ദൈവവചനത്തെയും ഈ പ്രകാശത്തെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. കുറച്ച് പണം റൂമിലുണ്ട്, കുറേ പണം അവിടെ ഇരിപ്പുണ്ട്. ലൈറ്റ് ഇല്ലാത്തതിനാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ലൈറ്റ് ഇട്ടാൽ കാണാം. അന്നേരം ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവിടെ വന്നപ്പോൾ അതല്ല പണം കൊണ്ടുവന്നത്. ശ്രദ്ധിക്കുക. കുറേ പണം അവിടെ ഇരിപ്പുണ്ട്, ലൈറ്റ് ഇട്ടാലേ അത് കാണാൻ പറ്റുള്ളൂ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പണം കാണാം. ലൈറ്റ് വന്നപ്പോഴാണ് അത് വെളിപ്പെട്ടത്, അല്ലേ? അന്നേരം കൂടുതൽ ലൈറ്റ് നിങ്ങളിലേക്ക് വരുമ്പോഴേ, കൂടുതൽ ദൈവവചനം നിങ്ങളിലേക്ക് വരുമ്പോഴേ അത് നിങ്ങൾക്ക് വലിയ വെളിപ്പാടുകൾ തരും. അതിൽ ഈ കൂടുതൽ ലൈറ്റ് വരുമ്പോഴത്തേക്ക് വേറൊരു ഇതിൽ പറഞ്ഞാൽ അവിടെ ഒരു ഏഞ്ചൽസിൻ്റെ, ദൂതന്മാരുടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ഒരു ദൂതന്മാരുടെ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ് ദൈവവചനത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴത്തേക്ക്. എന്നാൽ നിങ്ങൾ ഈ വചനമില്ലെങ്കിൽ, നിങ്ങൾ ഈ പണം എന്ന് വെച്ചാൽ, പണം ഞാൻ ഉദ്ദേശിച്ചത് ഈ ദൂതന്മാരുടെ അനുഗ്രഹം ഇരുട്ടിൽ കിടന്ന് തപ്പുന്നത് പോലെയാണ്. അതായത് ഈ മോർ ഏഞ്ചൽസ് പ്രസൻസ് ക്യാൻ സീ ഇഫ് യു ആർ ഹാവിങ് ആൻ അജണ്ട ഓർ പർപ്പസ്. അതായത് നിങ്ങളുടെ പർപ്പസിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസിനെ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ പർപ്പസിലല്ല എങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസിനെ കാണാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ലൈറ്റ്, പ്രകാശം വരികയും നമ്മൾ ഈ ദൈവവചനത്താൽ നിറയുകയും ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ പർപ്പസിലോട്ട് റിലീസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ആ സീസൺ ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നു കഴിയുമ്പോഴേ ഏഞ്ചൽസിൻ്റെ ആക്ടിവിറ്റി അവിടുന്ന് ലിമിറ്റ് ചെയ്യല്ല, ധാരാളമായിട്ട് ആ ഏഞ്ചലിക് പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാം. ആവർത്തന പുസ്തകം 29 വാക്യത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നു നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകും. ദ സീക്രട്ട് തിങ്സ് ബിലോങ് ടു ഗോഡ്. സീക്രട്ട് തിങ്സ്
belong to God. Those who are revealed to us and our children forever. ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്തിനാ റിവീൽ ചെയ്ത് തന്നിരിക്കുന്നത് വെച്ചാൽ അത് കേൾക്കാനായിട്ടല്ല, അത് ചെയ്യാനായിട്ടാണ്. നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടാണ് റെവലേഷൻ വരുന്നത്, വെളിപ്പാടുകൾ വരുന്നത്. ഇഫ് യു ആർ ഹാവിങ് എൻ അജണ്ട, ഗോഡ് വിൽ റിവീൽ തിങ്സ്. നിങ്ങൾക്കൊരു അജണ്ട ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി ദൈവം പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. അത് ഈ ഉള്ളിലുള്ള നമ്മുടെ ഈ കവറിങ് എല്ലാം തന്നെ ഈ ഏഞ്ചൽസ് വന്നിട്ട് മാറ്റിത്തരും, റിവീൽ ചെയ്ത് തരും എന്നുള്ളതാണ്. മൂടുപടം എല്ലാം മാറ്റും. അതുകൊണ്ട് ഏഞ്ചൽസിനൊരു പ്രധാന റോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മറന്നു പോകരുത്. ദൈവവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കവനൻറ്റിൻ്റെ കീഴിലുള്ളവർക്ക്, ദൈവത്തിൻ്റെ പ്രോമിസിൻ്റെ കീഴിലുള്ളവർക്ക് ഈ ഏഞ്ചൽസിൻ്റെ ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ മുഖവരിയായിട്ട് ഏഞ്ചൽസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ ബൈബിളിൽ നിന്നുള്ള ചില ചിന്തകളുമാണ് പറഞ്ഞത്. ഇനിയും ഈ മുഖവര പോലും തീർന്നിട്ടില്ല, അത് നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഒറ്റ കാര്യമേ ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചുള്ളൂ. ദൂതന്മാരില്ല എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ദൂതനില്ല. ദൂതൻ പഴയ നിയമത്തിലൊക്കെ ഉള്ളൂ, ഇപ്പം പുതിയ നിയമത്തിലൊന്നും ദൂതനില്ല, അവിടെ ശുശ്രൂഷയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. ദൂതന്മാരുണ്ട്, നിങ്ങളെ സഹായിക്കാനും എന്നെ സഹായിക്കാനും ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാർ ഒരു ഇമ്പോർട്ടൻ്റ് റോള് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ യുദ്ധങ്ങളെല്ലാം ദൂതന്മാരാണ് ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള സമയങ്ങളിൽ അത് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ദൂതന്മാരെക്കുറിച്ച് ചിന്തിക്കുന്ന ആ കാഴ്ചകൾ ദൈവമേ, അവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ശുശ്രൂഷകന്മാരായിട്ട് ദൈവം ആക്കിയിരിക്കുകയാണ്. അവരെ ഒരിക്കലും ലിമിറ്റ് ചെയ്യുവാനായിട്ട് ഞങ്ങളെ നീ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ സേവ ആത്മാക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ കർത്താവെ സഹായിക്കണമേ. വെളിച്ചം ആണല്ലോ അവരുടെ ലാംഗ്വേജ്. വെളിച്ചം കാണുമ്പോൾ അവർ വരും. അതുകൊണ്ട് ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കാൻ കർത്താവെ സഹായിക്കണമേ. ദൂതന്മാരുടെ ശുശ്രൂഷ ഈ നാളുകൾ, അന്ത്യനാളുകൾ ഞങ്ങൾ കൂടുതലായിട്ട് അവർ ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങളെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ അനേക വർഷങ്ങളായിട്ട് തളർവാദം പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് വേറൊരാളുടെ സഹായമില്ലാതെ മൂവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. അവർ മാത്രമല്ല, അവരെ ശുശ്രൂഷിക്കുന്ന ആളുകളും കാണുന്നു. നിങ്ങൾ വിശ്വാസത്തോടുകൂടി നിങ്ങൾ കൈ അങ്ങോട്ട് ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരുടെ നാഡീ ഞരമ്പുകളൊക്കെ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ ബലഹീനമായിരിക്കുന്നോ അവിടെയെല്ലാം ശക്തി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൂതൻ അവരെ ഇറങ്ങി കർത്താവെ അവരെ വിടുവിക്കട്ടെ, അവരെ തൊടട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ ഹൃദയത്തിലെ കർത്താവ് മനസ്സിലുള്ള ബോണ്ടേജുകളെ കർത്താവെ ഇരിക്കുന്നു, അത് ശരീരത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നു, നിൻ്റെ ദൂതനിറങ്ങി ആ കവറിങ് മാറ്റി അവിടെ വെളിച്ചം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവെ, ഈ അറിവുകൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വേറൊരു ലെവലിലേക്ക് എത്തിക്കും. കർത്താവെ, ആരെങ്കിലും ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് എത്തിച്ചേരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിക്കാതെ ഇതിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇന്ന് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവരെ തന്നെ സമർപ്പിക്കുകയും ആ യേശുവിലുള്ള വീണ്ടും ജന്മം അവർ പ്രാപിക്കുകയും ചെയ്യട്ടെ, അവരുടെ പർപ്പസിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ജീവിതത്തിലെ ദൈവം തൻ്റെ സീസൺ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. ദൂതന്മാരുടെ സഹായം ലിമിറ്റഡ് ആയിരുന്ന അവരുടെ ജീവിതങ്ങളിൽ ഇന്ന് ദൂതന്മാരുടെ സഹായം സമൃദ്ധിയായി ഇറങ്ങുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ അടയ്ക്കപ്പെട്ട മേഖലകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തുറന്നു വരികയാണ്. ഏതൊക്കെ രീതിയിലെ പ്രതികൂലങ്ങൾ വന്ന് മുമ്പോട്ടുള്ള യാത്ര തടസ്സപ്പെട്ടോ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തുറക്കുകയാണ്. എഫദ എന്ന അർത്ഥത്തിൽ തുറന്നു വരികയാണ്. ഹല്ലേലൂയ. ദൈവമേ, നീ പ്രാർത്ഥിക്കുന്നതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്ത ദൈവമായിട്ട് സ്തോത്രം. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.
നിങ്ങൾ ഇത് ഒരു അനുഗ്രഹമായി തീരും. നിങ്ങൾ തുടർമാനമായി കാണുക. 4-5 എപ്പിസോഡുകളിലെ ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയും. അത് നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നു, സഹായിക്കുന്നു എന്ന് പറയും. തുടർമാനമായി ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ നോർത്ത് ഇന്ത്യ മിഷനുണ്ട്, അതിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ പ്രെയർ റിക്വസ്റ്റുകളെ ദൈവം ഉത്തരം തന്നെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിനകത്ത് നിങ്ങളൊരു താങ്ക്സ് ഗിവിങ്ങിന് പോലെ അതിനകത്തൊന്ന് നോട്ട് ചെയ്താൽ നല്ലതാണ്. ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടവരും. എവറി തേഴ്സ്ഡേ, എല്ലാ തേഴ്സ്ഡേയിലും ഉള്ള ഫാസ്റ്റിംഗ് പ്രെയറിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.